കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ അതിപുരാതന ക്ഷേത്രമാണ്. വള്ളുവനാടിൻ്റെ ഗ്രാമഭംഗി കൊണ്ടും വികസന പ്രൗഢിയോടും നിലകൊള്ളുന്ന ശ്രീ കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രം ഇക്കോ ടൂറിസം എന്ന നിലയിൽ പ്രശസ്തിയാർജിച്ച അനങ്ങന്മലയുടെയും വശ്യസുന്ദരമായി നിലകൊള്ളുന്ന കൂനന്മലയുടെയും അടിവാരത്ത് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ദേവപ്രശ്നവിധി പ്രകാരം ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായി കണ്ടിരിക്കുന്നു. 2 വൃദ്ധ സ്ത്രീകൾ നിവേദ്യം വെച്ച് തൊഴുവാൻ പൂക്കോട്ടുകാവിലേക്ക് നടന്നു മല കയറിപ്പോയിരുന്നതായും അവശതയോടെ നിവേദ്യപാത്രങ്ങൾ നിലത്തുവച്ച് മരത്തണലിൽ വിശ്രമിച്ചതായും നിവേദ്യപാത്രങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധം ഭൂമിയിൽ താഴ്ന്നു പോയതായും പറയപ്പെടുന്നു. ദേശ ഊരാളന്മാരെയും ദേശപ്രമുഖരെയും ഈ വിവരങ്ങൾ അറിയിച്ച് വ്യക്തമായ ധാരണയോടെ ദേവീ സാന്നിധ്യം ബോധ്യമായതിനാൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചതായും ഈ ക്ഷേത്രമാണ് ഇപ്പോൾ മൂലസ്ഥാനമായി ആരാധിച്ചു വരുന്നതെന്നും ഭക്തജന സൗകര്യാർത്ഥം സർവജന സഹകരണത്തോടെ വിപുലമായി ക്ഷേത്രം പണി കഴിപ്പിച്ച് വിഗ്രഹപ്രതിഷ്ഠ ചെയ്തതായും വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് പൂരാഘോഷം, ഉച്ചാറൽ വേല, താലപ്പൊലി, പ്രതിഷ്ഠാദിനം എല്ലാ മലയാള മാസങ്ങളിലെയും 38 ഞായറാഴ്ചകളിൽ ദാരികാവതം പാട്ട്, ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം, രാമായണ മാസാചരണവും പാരായണവും ലക്ഷ്മീ ദീപ സമർപ്പണവും നവരാത്രി ആഘോഷങ്ങളും ആചരിച്ചു വരുന്നു. ഇത് കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിലുള്ളതാണ്. ഇതിൻ്റെ ഊരാളന്മാരെന്ന് പറഞ്ഞാൽ വരിക്കാശ്ശേരി മനക്കാരാണ് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന്മാർ. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ അമ്പലം ലോക്കൽ കമ്മിറ്റിയാണ് ഇവിടെ നടത്തുന്നത് ചാർജ് എടുത്തിട്ട്. ഇവിടുത്തെ പൂജാതി കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ബ്രാഹ്മിൺസ് അല്ല, കുളങ്കര നായന്മാരാണ്. കുളങ്കര നായന്മാരായിട്ട് പാരമ്പര്യമായിട്ട് വളരെ പുരാതനമായിട്ട് ക്ഷേത്രം 700 കൊല്ലത്തിൻ്റെ മേലെ പഴക്കണ്ടെന്നാണ് പറയണത് പ്രശ്നപ്രകാരം. അന്ന് മുതലേ കുളങ്കരക്കാരാണ് ഇവിടെ പൂജിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഊരായ്മകളും ദേശങ്ങളും വന്നിട്ട് കിഴൂർ മേലൂർ 2 ദേശമാണ് ആകുള്ളത് ക്ഷേത്രത്തിൻ്റെ അണ്ടറിൽ. കിഴൂർ മേലൂർ 2 ദേശം വളരെ സഹകരിച്ചിട്ടാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. പൂജാതി കർമ്മങ്ങൾ കൗളാചാരപ്രകാരമായിരുന്നു ആദ്യം. ഇപ്പോൾ വന്നിട്ട് ബ്രാഹ്മിൺസും പൂജ ചെയ്യുന്നുണ്ട്. തന്ത്രിയുണ്ട് ക്ഷേത്രത്തിന്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മൺ പൂജയുണ്ട്. പിന്നെ തന്ത്രി മുഖാന്തരമാണ്, തന്ത്രിയുടെ അണ്ടറിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ക്രിയാകർമ്മങ്ങളൊക്കെ കൊണ്ടു നടത്തുന്നത്. ഇവിടുത്തെ പൂജാ വഴിപാടുകൾ പ്രധാനമായിട്ട് പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, മുട്ടറക്കൽ, വിവാഹം, പിന്നെ ചന്ദനം ചാർത്തൽ, ശിലാവിഗ്രഹമാണ് ഇവിടെ. ശിലാവിഗ്രഹം കൊണ്ട് ചന്ദനം ചാർത്തൽ, പിന്നെ നിറമാല,
അങ്ങനെ ഒരുപാട് ത്രികാല പൂജ, ചുറ്റുവിളക്ക്, കഠിന പായസം അങ്ങനെ ഒരുപാട് നീണ്ട വഴിപാടുകളുണ്ട്. അമ്മേ ശരണം, ദേവീ ശരണം. കിഴൂർ ബേലൂർ രണ്ട് ദേശത്തിൻ്റെ തട്ടകത്തമ്പയിൽ വാഴുന്ന കിഴൂരമ്മ ഞങ്ങളുടെ എല്ലാവരെയും ഒരു കാണപ്പെട്ട ദൈവം തന്നെയാണ്. അപ്പോൾ രണ്ട് ദേശത്തിൻ്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ അതിഗംഭീരമായൊരു ഉത്സവമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മീൻ 1 മുതൽ 8 വരെ അതിഗംഭീരമായ ഓരോ ദിവസം ഓരോ വ്യത്യസ്ത പരിപാടികളായിട്ട് അതിഗംഭീരമായി നടത്തി കഴിഞ്ഞു. അതിൻ്റെ ഒരു സഹകരണം ഈ രണ്ട് ദേശത്തിൻ്റെ നിറഞ്ഞു നിന്നിരുന്നു. കൂടാതെ പൂരത്തോട് ബന്ധപ്പെട്ട് മേലൂർ ദേശത്ത് 8-10ഓളം ആനകൾ, അതിനോട് ബന്ധപ്പെട്ട വാദ്യഘോഷങ്ങൾ, കിഴൂരും അതുപോലെ തന്നെ 10 ആനകൾ, അതിനോട് ബന്ധപ്പെട്ട വാദ്യഘോഷങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിഗംഭീരമായിട്ടാണ് എല്ലാം നടന്നിരുന്നത്. എല്ലാ വന്ന ജനങ്ങൾക്കൊക്കെ ഭക്ഷണവും എല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേര് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്, ഭരണസമിതിയിലെ 2 അംഗങ്ങളാണ്. പ്രദീപ് ഉദ്യോഗം കാഷ്യറാണ്, ഞാനും ഭരണസമിതിയിലെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ സഹകരണം, അതായത് ഞങ്ങളുടേതല്ല ജനങ്ങളുടെ സഹകരണം ഇവിടെ നന്നായിട്ടുണ്ട്. രണ്ട് ദേശത്തിൻ്റെയും അതിഗംഭീരമായ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഇനിയും തയ്യാറാണ്. ഇനി ഞങ്ങളുടെ വികസനങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ഒരു കുളം വികസനത്തിന് വക്കിൽ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് അത് നല്ലൊരു ക്ഷേത്രക്കുളമായി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ മോനിപ്പണിക്കർ എന്നൊരു മഹൽ വ്യക്തി ഒരുപാട് സംഭാവനകൾ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എടുത്തു പറയേണ്ടത് ആവശ്യം, അദ്ദേഹം പുറത്താണ്, കോയമ്പത്തൂരാണ്, ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ദേശത്തുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കിഴൂർക്കാളികാവ് എന്ന് പേര് കേട്ട കിഴൂർ വാസികൾക്കും മേലൂർ വാസികൾക്കില്ല, ദേശങ്ങളെല്ലാവരും വരുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എറണാകുളം ആ ഭാഗത്തുനിന്നും, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ വഴിപാടുകളും ഒരുപാട് കഴിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചന്ദനം ചേർത്തൽ, അങ്ങനെ ധാരികവാദപ്പാട്ട് ഇതൊക്കെയും കഴിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു മലപ്രദേശമായതുകൊണ്ട് നല്ലൊരു ഗ്രാമഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഭഗവതി നല്ല വിളി കേൾക്കണ ഭഗവതിയാണ്. രവി വെളിച്ചപ്പാടായിട്ട് നല്ല പറഞ്ഞന്തി, അതേപോലെ തുള്ളി കൽപ്പനയും എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലവർക്ക് മക്കളില്ലാതെയിട്ട് വന്നിട്ട് അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥനയും വഴിപാടും കഴിച്ചിട്ട് മക്കളും ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുക, ക്ഷേത്രം ഒരു 600 കൊല്ലം മുമ്പേ പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മലയുടെ അപ്പുറത്ത് മുന്നർക്കോടാണ്. അവിടെ പോയിട്ട് ആ അമ്പലത്തിൽ തൊഴാൻ പോയവർ മല കയറിയിട്ടാണ് പോയിരുന്നത്. അന്ന് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് വളരെ ക്ഷീണിതരായിട്ട് ഇവിടെ നിന്നപ്പോൾ അവർ നിവേദ്യപാത്രം അവിടെ ഇരുന്നു എന്നാണ് പറയണത്. അവിടുന്ന് എടുക്കാൻ കിട്ടിയില്ല എന്ന്. അവർ ക്ഷേത്രത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പൂജ നിവേദ്യപാത്രമൊക്കെ അവിടെ തന്നെ ഉറച്ചിരുന്നു പറയുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് അവിടെ ദേവി ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പൂക്കോട്ട് കാളികാവ് ഭഗവതിയുടെ ഒരു ദേവി ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. അവിടെ അമ്മയും ഇവിടെ മകളുമായിട്ടാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഊരാളന്മാരും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ക്ഷേത്രം പണിതത്. ഈ ക്ഷേത്രം പണിതത് ആദ്യം മൂലസ്ഥാനമായിട്ട് മേൽഭാഗത്തായിരുന്നു. അതിൻ്റെ ശേഷം സൗകര്യാർത്ഥമാണ് ക്ഷേത്രം താഴേക്ക് ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മേടം മുതൽ എടുക്കുകയാണെങ്കിൽ മേടത്തിൽ വിഷു 1-ാം തീയതി, മേടം 1-ാം തീയതി വിഷു,
കണി വിഷു സംക്രമത്തിനോട് കൂടിയിട്ട് 1-ാം തീയതിയായിട്ട് വിഷുക്കണിയുണ്ട്. മേടത്തിൽ പിന്നെ എല്ലാ മാസവും ധാര്യയോധം പാട്ട്, പ്രസാദൂട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ 30 ഞായറാഴ്ചയും പ്രസാദൂട്ടുണ്ട്, ധാര്യയോധം പാട്ടുണ്ട് എല്ലാ മാസവും, മലയാള മാസം. ഞാൻ വർഷങ്ങളായിട്ടൊരു 27 വർഷമായി അമ്മയുടെ അടുത്താണ്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഹാരങ്ങളും പൂജാപുഷ്പങ്ങളൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമ്മ സ്നേഹനിധിയാണ്. അമ്മ ആരെയും അമ്മയ്ക്ക് എന്താ പറയുക, വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ വന്ന ആൾക്കാരെ എല്ലാവരെയും അമ്മ താങ്ങായി അമ്മയുടെ മക്കളായിട്ട് കൂടെ നിർത്തുന്ന ഒരു അമ്മയാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ അമ്മയുടെ അടുത്തേക്ക് ഭക്തന്മാർ കാണാൻ വരാറുണ്ട്. കാര്യസാധ്യത്തിനും പിന്നെ ചെമ്പരത്തിമാല, അങ്ങനെ നാരങ്ങമാല, അങ്ങനെ പല വഴിപാടുകളായിട്ട് നമ്മുടെ അടുത്തേക്ക് നാനാദിക്കുന്നായിട്ട് ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് പോകുന്നുണ്ട്. കർക്കിടകത്തിൽ വന്നിട്ട് സപ്താഹയജ്ഞുണ്ട്, രാമായണ പാരായണമുണ്ട്. പിന്നെ എല്ലാ മാസവും 30 വെള്ളിയാഴ്ച ലളിത സഹസ്രനാമാർച്ചന, വിളക്ക് പൂജ നടക്കുന്നുണ്ട്. കർക്കിടകത്തിൽ പിന്നെ കാര്യമായിട്ട് രാമായണ പാരായണവും ലളിത സഹസ്രനാമാർച്ചനയും ധാരികവധം പാട്ടും. ചിങ്ങത്തിൽ വന്നിട്ട് ഓണത്തിന് വിശേഷമായിട്ട് ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. പാലാടയും മറ്റേതും മറിച്ചും എല്ലാം സൗകര്യാർത്ഥം, ജനങ്ങളുടെ സൗകര്യാർത്ഥം കൊടുക്കുന്നുണ്ട് പ്രസാദമായിട്ട്. പിന്നെ മാതിയേരി വയ്ക്കൽ ഓണത്തിനോടനുബന്ധിച്ചിട്ട്. ചിങ്ങം കഴിഞ്ഞ് കന്നിയിൽ കാര്യമായിട്ടൊന്നുമില്ല. തുലാമാസം മുതൽ പിന്നെ വൃശ്ചിക മാസം മുതൽ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അമ്മേശരണം, ദേവീശരണം. കിഴൂർ അനങ്ങാമലയുടെയും കൂനമലയുടെയും ഇടയിലായിട്ട് കിഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നു. ഈ കിഴൂരിൻ്റെ ഈ ഗ്രാമീണതയിൽ ഇത്രയും ചൈതന്യമുള്ള ഒരു അമ്പലമായിട്ട് തന്നെ കിഴൂർ മേലൂർ നിവാസികൾ നിത്യവും ആരാധിച്ചു പോരുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഈ അമ്പലത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ് ഞാൻ. ക്ഷേത്രത്തിലത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ വർക്കിനും ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇത്രയും കുറച്ച് കാലങ്ങളായിട്ട് എനിക്കത് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഈ അമ്പലത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ വൃശ്ചികമാസം മണ്ഡലം തുടങ്ങിയിട്ട് 41 ദിവസം മണ്ഡലകാല ചുറ്റുവിളക്ക്, പിന്നെ താലപ്പൊലി എല്ലാം കൊണ്ട് നടത്തുന്നുണ്ട്. പിന്നെ വൃശ്ചികം ധനു, മകരത്തിൽ വന്നിട്ട് ഉച്ചാറൽ വേല, മാസാവസാനം ഹരിജൻ വേല പറയും നമ്മൾ. അതായത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കതിർവേല കൊണ്ടുവരലുണ്ട് 28-ാം തീയതി, മകരം 28-ാം തീയതി ഏതാണ്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് മകരത്തിൽ 2ാമത്തെ ചൊവ്വാഴ്ച പ്രതിഷ്ഠാദിനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് മുഖ്യ കാർമ്മികനായിട്ടുള്ളത്. അതിൻ്റെ പ്രതിഷ്ഠാദിനം വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ടു നടത്തുന്നത്. 2ാമത്തെ ചൊവ്വാഴ്ചയാണത് മകരമാസത്തിൽ. മീനമാസം 1-ാം തീയതി കൊടിയേറ്റാണ്. 1-ാം തീയതി കൊടിയേറി 8-ാം തീയതിയാണ് ഉത്സവം പൂരം. അതിൻ്റെ തലേ ദിവസം കാളവേല, 7-ാം തീയതി കാളവേല. പിന്നെ 8 ദിവസത്തെ പരിപാടിയാണ്. 8 ദിവസത്തെ പരിപാടി വളരെ ഗംഭീരമായിട്ടാണ്. 7-ാം തീയതി 8-ാം തീയതി അമ്പലം തുറന്നിട്ടേ ഇരിക്കും, രാത്രി പകൽ. ഗംഭീര ആനവേലയും കാളവേലയായിട്ട് ഉത്സവം വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ട് നടത്തുന്നത്. 2 ദേശക്കാരാണുള്ളത്. അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി മീനം 9-ാം തീയതി ഗുരുതി പൂജ ഉണ്ട്. ഗുരുതി പൂജ തന്ത്രിയുടെ അണ്ടറിലാണ് കൊണ്ട് നടത്തുന്നത്. തന്ത്രിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് വൈകുന്നേരത്താണ് നടത്തുന്നത്.
അത് ജനങ്ങൾ സഹകരിച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ആരംഭിച്ചതാണ്. ഇവിടെ ഭൈരവ പ്രതിഷ്ഠ തുടങ്ങിയിട്ടുണ്ട്. ഭൈരവ പ്രതിഷ്ഠ ആണെന്നുണ്ട്, അതിൻ്റെ ശേഷമാണ് തുടങ്ങിയത്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മ ശരണം ദേവി ശരണം. ഇത് കിഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രമാണ്. മേലൂര് കിഴൂർ എന്ന രണ്ട് തട്ടകത്തിലെ മെയിൻ ഭക്തജനങ്ങളുടെ ഒരു തട്ടകത്തിലെ ദേവിയായിട്ടാണ് ഈ അമ്പലത്തെ കാണുന്നത്. ഇപ്പോൾ പുറത്ത് നാടുകളിലുള്ള ആളുകളും ഒരുപാട് ഭക്തർ ഇപ്പോൾ ഈ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട്. കാരണം ദേവിക്ക് അത്രയും ശക്തി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഭഗവതിയെ തൊഴുത് പോകാറുണ്ട്. ഇവിടെ മീനം 1 മുതൽ പൂരം പ്രധാന വഴിപാടായ കളം എഴുത്തുപാട്ട്, കൂത്ത്, മീനം 1 മുതൽ മീനം 8 വരെ നടത്തുന്ന പൂര മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രധാന വഴിപാടുകളാണ് അത്. പിന്നെ കോമരം എല്ലാ 30 ഞായറാഴ്ചയും കോമരത്തിൻ്റെ കൽപ്പനകൾ നടക്കാറുണ്ട്. ധാരികവധപ്പാട്ട്, ഇതാണ് ഈ കാളികാവിലെ പ്രധാന വഴിപാടുകളിൽ ഉള്ളത്. പൂരത്തിന് കളംപാട്ട് കഴിക്കുന്നത് നല്ല ആൾക്കാർക്ക് നല്ലൊരു ശക്തി നൽകുന്ന ഒരു വഴിപാടാണ് കളംപാട്ട്. കളം എഴുത്തുപാട്ടും കൂത്തും കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ഓരോ ഭക്തജനങ്ങളും അതിന് വഴിപാടുകൾ ചെയ്യുന്ന അവർക്ക് അതിന് സംതൃപ്തി ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് വഴിപാടുകൾ കളംപാട്ട് കൂത്തായിട്ട് വരുന്നുണ്ട്. പൊതുവെ 2 ദേശക്കാർ കൂടി ക്ഷേത്രത്തിനെ വളരെ നന്നായിട്ട് സഹകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരാനുള്ള വഴി വന്നിട്ട് പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ നമ്മൾ പാലക്കാട് വഴി ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലത്ത് നിന്ന് അമ്പലപ്പാറ വഴി വരാം അങ്ങോട്ട് കിഴൂർക്ക്. അല്ല ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരി വഴി പോയിട്ട് കിഴൂറിൽ ഇറങ്ങിയിട്ട് അങ്ങനെയും വരാം. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ചെർപ്പളശ്ശേരി വന്നിട്ട് കിഴൂർ റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. റോഡ് ഇപ്പോൾ പുതുതായിട്ട് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. കമ്മിറ്റി നാട്ടുകാരും ഒക്കെ പാടെ കൂടിയിട്ട് അതുവഴി വരാൻ വളരെ സൗകര്യമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷ്ഠ സ്വയംഭൂ ഭദ്രകാളി പ്രതിഷ്ഠയാണ്. ഇവിടെ ഭഗവതി പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. പൂക്കോട്ട് കാളികാവെന്നുള്ള ചൈതന്യമാണ് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നത്. അത് വന്നിട്ട് അവിടെ മേൽഭാഗത്തായിരുന്നു ആദ്യം സ്വയംഭൂ ആയിരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ശിലാപ്രതിഷ്ഠയാക്കിയിട്ട് ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ചെയ്തത്. ഉദ്ദേശം ഒരു 700 കൊല്ലം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളും പലതുമായിട്ട് പുരോഗമിച്ച് പോകുന്നുണ്ട്. ഇവിടെ പ്രതിഷ്ഠ മൂലസ്ഥാനത്തൊരു ദേവി പ്രതിഷ്ഠ ആദ്യത്തെ, പിന്നെ ഇവിടുത്തെ ഈ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ, പിന്നെ അപ്പുറത്തൊരു ഭൈരവനും. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം
മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു.